നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് ബോണ്ടയും അല്ലെ, ആലപ്പുഴക്കാരുടെ സാലിക്കയുടെ കടയിലെ ചൂട് ബോണ്ടയും വാർത്താ വിശേഷങ്ങളുമായി കോഫി വിതരും. എന്റെ വലതുവശത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ നമ്മളുടെ പി ചിത്രരഞ്ജൻ, എന്റെ ഇടതുപക്ഷത്ത് വലതുപക്ഷ സ്ഥാനാർത്ഥിയായ NDA സ്ഥാനാർത്ഥിയെ ജോബ്, ഒപ്പം തന്നെ നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഇവിടുത്തെ കരുത്തരായ സാരഥി ജില്ലാ പ്രസിഡന്റ് നസീർക്ക. അപ്പോ എല്ലാവരും ഇവിടെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. നല്ല ബോണ്ടയാണ്, അതിനകത്തൊരു സംശയമില്ല. എന്റെ വോട്ട് സാലിക്കയുടെ ബോണ്ടയ്ക്കാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വോട്ട് ആർക്കാണ് എന്നുള്ളതല്ല, നിങ്ങൾ തീരുമാനിച്ചോളൂ. ഒരു കൗതുകകരമായ കാര്യം സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത്, ഇവർ 3 പേരും LDF സ്ഥാനാർത്ഥിയും NDA സ്ഥാനാർത്ഥിയും ജില്ലാ പ്രസിഡന്റും താമസിക്കുന്നത് അമ്പലപ്പുഴയിലാണ് അല്ലേ? നിങ്ങൾക്ക് 3 പേർക്കും PP ചിത്രരഞ്ജൻ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. PP ചിത്രരഞ്ജന് പോലും ഇവിടെ വന്നാണ് വോട്ട് ചെയ്യുന്നത് അല്ലേ? തൊട്ടപ്പുറത്ത് അമ്പലപ്പുഴയിലാണ് താമസം, തൊട്ടപ്പുറത്താണ് ആലപ്പുഴ. അപ്പോ തൊട്ടടുത്താണ്, ഒരു റോഡിന്റെ വ്യത്യാസമേ ഉള്ളൂ ഈ മണ്ഡലങ്ങൾ എന്നൊക്കെ പറഞ്ഞാലേ. അപ്പോ തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഒരു ടെൻഷനും കാണുന്നില്ലല്ലോ മുഖത്ത്. ടെൻഷന്റെ ഒരു ആവശ്യമില്ല. 9 ദിവസമേ ഉള്ളൂ. ജനങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാ ടെൻഷൻ? കാരണം നമ്മൾ ജനങ്ങളോടൊപ്പം തന്നെ നിന്ന് പോയല്ലേ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലവും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് പോന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. അപ്പൊ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണമുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കുള്ള അംഗീകാരം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം. UDFന്റെ വലിയൊരു പ്രചരണമുണ്ട്. 10 വർഷമായില്ലേ, അവർ മാറണ്ടേ? ഇനിയും 5 വർഷം കൂടെ എങ്ങനെ സഹിക്കും? KC വേണുഗോപാൽ പറയുന്ന തെരഞ്ഞെടുപ്പിന് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ സർക്കാരിനെ മാറ്റാനെന്നാണ്. ഭരണവിരുദ്ധ വികാരമാണെന്നാണ് പറയുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിലൊന്നും ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന സഹായങ്ങൾ, നാട്ടിലാകെ നടക്കുന്ന വികസനം, ഇതൊക്കെയല്ലേ ജനം ആഗ്രഹിക്കുന്നത്. ഇപ്പോ വിഷുവും ഈസ്റ്ററും വരിക, എല്ലാവരുടെ അക്കൗണ്ടിൽ 4000 രൂപ വീതം വന്നു. 2000 രൂപ പ്രകാരം പെൻഷൻ കൊടുക്കുക. ഇപ്പോൾ ആരുമൊക്കെ പറയുന്ന കേട്ട് 3000 ഒക്കെ കൊടുക്കും അവരും അധികാരത്തിൽ വന്നു. 18 മാസം 600 രൂപ കൊടുക്കാൻ പറ്റാത്ത ആശാന്മാരാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ വന്നാൽ 3000 കൊടുക്കാം. അപ്പം ജനത്തിനറിയാം ഇതൊക്കെ വെറും ഇലക്ഷന് വേണ്ടിയുള്ള സ്റ്റണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങളതല്ല, പറഞ്ഞത് ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ആത്മവിശ്വാസമാണ് PP ചിത്രരഞ്ജനോടൊപ്പം ഉള്ളത്. നല്ല ബോണ്ടാണ്, ഇടയ്ക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. അപ്പോൾ നമ്മളുടെ ജോബുണ്ട്. ജോബ് NDA സ്ഥാനാർത്ഥിയാണ്. ജോബ് ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ്. ജോബ് എങ്ങനെയാ പൊതുവേ ഒരു രാഷ്ട്രീയ സാഹചര്യം? മോദി വന്നു, മറ്റൊരു ഗിയറിലേക്ക് ഇലക്ഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ FCRI ഒക്കെ വലിയ പാറയായി തീരുമോ? FCRI ഈ ജോയിൻ ചെയ്ത സമയത്ത് FCRI ഇല്ല, അതൊന്നും ചർച്ചാ വിഷയമല്ല. ആ കാര്യങ്ങളും ചർച്ചാ വിഷയമല്ല. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ച ആലപ്പുഴ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ ഒരു ശവപ്പറമ്പാണ്. ഇവിടെ 2000 കോടിയുടെ വികസനം എന്നും പറഞ്ഞ് പ്രചരണം നടത്തുന്നു. ഒരു 200 കോടിയുടെ വികസനം എടുത്തു കാണിക്കാൻ പറ്റാത്ത ദയനീയ അവസ്ഥയാണ്. ആലപ്പുഴയിലെ മുഴുവൻ സ്ഥാപനങ്ങളും തകർന്ന് തരിപ്പണമായി. ഒരു സ്ഥാപനവും ഇല്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പാരസെറ്റമോൾ പോലും കിട്ടാത്ത അവസ്ഥയാണ്. കോമണപുരം സ്പിന്നിംഗ് മിൽ തകർന്നു പോയി. ഇവിടെ ഓട്ടോകാസ്റ്റ് തകർന്നു പോയി. സ്കൂട്ടോകാസ്റ്റ് ഇല്ല, സ്കൂട്ടേഴ്സ് കേരള ഇല്ല, ബൈറ്റോനെ പ്ലാന്റ് ഇല്ല. ഈ ജില്ലയിൽ ഉണ്ടായിരുന്ന തലയെടുപ്പുള്ള എല്ലാ സ്ഥാപനവും എന്തിനേറെ എക്സൽ ഗ്ലാസ് വരെ പൊളിച്ച് അതിന്റെ അടിത്തറയിൽ മണ്ണ് വരെ വിറ്റെടുത്തിരിക്കുക. ഈ ആലപ്പുഴ തകർന്ന് തരിപ്പണാണ്. വെറും 2000 കോടി എന്ന തട്ടിപ്പാണ്. അങ്ങനെ എന്തെങ്കിലും തെളിയിക്കാമെങ്കിൽ ഞാനിപ്പോ ഈ സ്ഥാനാർത്ഥിത്വം രാജിവെച്ച് പിന്നോക്കം പോകും. വെല്ലുവിളിയാണല്ലോ. അല്ല, ജോബ് രാജിവെക്കുന്നതിൽ എനിക്കൊരു അത്ഭുതവും ഇല്ല. കാരണം എപ്പോൾ വേണേലും രാജിവെക്കാവുന്ന പരുവത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ആലപ്പുഴയെ കുറിച്ച് ഒന്നും പഠിക്കാതെ ഒരു ദിവസം ആലപ്പുഴയെ വന്ന് മത്സരിക്കുന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. ആലപ്പുഴക്കാർ ആരും പറയില്ല. അദ്ദേഹം ചോദിച്ചു 2000 കോടിയുടെ പദ്ധതി. ഞാൻ ഓരോന്നായി പറഞ്ഞേക്കാം. നിങ്ങളത് നോട്ട് ചെയ്തു, എന്നിട്ട് അവിടെ പോയി അന്വേഷിച്ചു, ഇത് വല്ലതും ഉള്ളതാണോ നടന്നതാണോ തിരക്കിക്കൊള്ളണം. അദ്ദേഹത്തിന് KSTP കുറിച്ച് എന്തറിയാം? KSTP 10 വർഷം മുമ്പ് വിൽക്കാൻ വെച്ച സ്ഥാപനമാണ്. ഇന്ന് അവിടെ 265 പേര് പണിയെടുക്കുന്നതെന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസറിന്റെ മരുന്നുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഓങ്കോളജി പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. 242 കോടി രൂപയാണ് അതിന് ചെലവഴിച്ചുകൊണ്ട് അവിടെ ഓങ്കോളജി പാർക്ക് ഉണ്ടാക്കുന്നത്. കോമളവരം സ്പിന്നിംഗ് മില്ല്, ആ സ്പിന്നിംഗ് മില്ല് സ്വകാര്യ വ്യക്തിയുടേതായിരുന്നു. അത് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടാണ് ഇപ്പൊ 420 പേർ ജോലി തൊഴിലെടുക്കുന്ന കേരളത്തിൽ ഏക ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ എന്നുള്ള നിലയിലേക്ക് സ്പിന്നേഴ്സിന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 ആട്ടോകാസ്റ്റ്, അതുപോലെ സിൽക്ക്, ഈ 2 സ്ഥാപനത്തിലുമായിട്ട് ഏതാണ്ട് 460ഓളം വരുന്ന ആൾക്കാർ തൊഴിലെടുക്കുന്നുണ്ട്. ഈ സ്ഥാപനവും പൊളിച്ചെടുക്കാൻ വെച്ചിരുന്നതാണ്. ഏത് പൊതുമേഖലാ സ്ഥാപനത്തെയാണ് ഈ ഗവൺമെന്റ് തകർത്തത്? 15 വർഷക്കാലം. ഈ ഹോങ്കോങ് എന്ന് പറഞ്ഞാലേ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് ചിത്രരഞ്ജനോട് പോയി നിന്നിരുന്നു.
അവിടെ മരുന്ന് ഉൽപാദനം ഉദ്ഘാടനം നടന്നു 2 വർഷത്തിനുള്ളിൽ 10 രൂപയുടെ മരുന്ന് അവിടെ നിന്ന് ഇറങ്ങില്ല. ആണോ? ഈ എന്താണ് ഹോങ്കോ എന്നും എന്താണ് KSTP എന്നും കൂടെ അറിഞ്ഞുകൂടാ. അതാണ് പ്രയാസം. അല്ല, KSTP. അല്ല, അത് കുഴപ്പമില്ല. അതിൽ ചർച്ചകൾ തുടരട്ടെ. ഹോങ്കോ എന്ന് പറഞ്ഞാൽ ഹോമിയോ മരുന്ന് നിർമ്മിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനം ഇന്ന് 142 കോടി രൂപ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോമിയോ അപ്പൊ ആശുപത്രി. ചർച്ചകൾ ഗ്രൗണ്ടിൽ വികസനമാണ് പ്രധാനമായിട്ട് വിഷയം. അപ്പൊ നമ്മുടെ നസീർക്ക ഇവർ രണ്ടുപേരും അഭിപ്രായം പറഞ്ഞു. അത് ഏത് വെല്ലുവിളി ഏറ്റെടുക്കാൻ PP ചിത്രരഞ്ജൻ തയ്യാറാണ്. വെല്ലുവിളിക്കാൻ NDA സ്ഥാനാർത്ഥി ഐക്യജനാധിപത്യ മുന്നണിയും തയ്യാറാണ്. നസീർക്ക, മൊത്തത്തിൽ ചിത്രം എങ്ങനെ ആലപ്പുഴയിൽ ചിത്രം മാറും ഇക്കുറി? PP ചിത്രരഞ്ജനെ സാലിക്കയുടെ കടയിൽ ഇരുത്തുവോ? ആ ആ 8 സീറ്റ് മാത്രമേ ആ ആ പിന്നെ 1 സീറ്റ് മാത്രമേ UDF ഹരിപ്പാട് മാത്രം. ആ അതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാവും. വലിയ മാറ്റം ഉണ്ടാവും. അതിന്റെ കാരണം സ്ഥാനാർത്ഥികളുടെ MLA-മാരുടെ അപജയം മാത്രമല്ല, ഒരു ഭരണവിരുദ്ധ വികാരം ശരിക്കും ഇവിടെ ഉണ്ട്. കേരളത്തിൽ പൊതുവിലും ആലപ്പുഴ പ്രത്യേകിച്ച് കടവുണ്ട്. ഒന്ന് അതിന് ഏറ്റവും വലിയ ദൃക്സാക്ഷി അത് സംബന്ധിച്ച് വിളംബരം ചെയ്യുന്നത് നമ്മുടെ സുധാകരൻ സാറാണ്. അമ്പലപ്പുഴ സുധാകരൻ സാറ് കുറെ അപ്രിയ സത്യങ്ങൾ കുറച്ചേ വിട്ടിട്ടുള്ളൂ. 100% ഉറപ്പാണ്. അതിന്റെ കാരണം എന്താ അറിയോ? എല്ലാ കാലത്തും സുധാകരൻ സാറിനെ ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു UDF. കാരണം സുധാകരൻ സാർ മറുവശത്താവും. ആ ഭയം ഇന്നുള്ളത് LDF. താങ്ക് യു. ബോണ്ടയ്ക്ക് സ്നേഹം, ഒപ്പം ചായക്ക് സ്നേഹം. ബോണ്ടയുടെ പൈസ ഇദ്ദേഹം കൊടുക്കും, ചായയുടെ പൈസ നസീറയ്ക്ക് കൊടുക്കും. വെറുതെ പറഞ്ഞ കേട്ടോ, എല്ലാവരുടെയും പൈസ നമ്മൾ തന്നെ കൊടുക്കും. താങ്ക് യു. അപ്പൊ ഉഷാറായി നിൽക്കട്ടെ, ഗംഭീരമാവട്ടെ. ഇടയ്ക്ക് നല്ല ചൂടാണെങ്കിൽ വെള്ളം കൂടെ കുടിച്ചേക്കണം. ഇവിടെയും തെരഞ്ഞെടുപ്പിൽ വെള്ളം കുടിക്കാനല്ല, അല്ലാത്ത വെള്ളം. ഓക്കെ, താങ്ക് യു.